വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. ഇന്നത്തെ എപ്പിസോഡ് ഷരയ്യ കംപ്ലയൻറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചാണ്. എനിക്ക് ഷരയ്യ ലോയെ പറ്റിയോ അല്ലെങ്കിൽ ഷരയ്യ കംപ്ലയൻറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ചോ പേഴ്സണലി അറിയത്തില്ലായിരുന്നു. പക്ഷേ ഒരു സബ്സ്ക്രൈബർ ഷരയ്യ കംപ്ലയൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഷരയ്യ കംപ്ലയൻറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഷരയ്യ കംപ്ലയൻറ്റ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂവും, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മണി കൺട്രോളിൽ നിന്ന് എങ്ങനെ ഷരയ്യ കംപ്ലയൻറ്റ് സ്റ്റോക്സ് കണ്ടുപിടിക്കാമെന്നുള്ളതുമാണ്. ഷരയ്യ കംപ്ലയൻറ്റ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഷരയ്യ ലോയെ കൺസിഡർ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ്. ഷരയ്യ ലോയെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ടൊബാക്കോ റിലേറ്റഡോ ആൽക്കഹോൾ റിലേറ്റഡോ ഗാംബ്ലിങ്ങോ അല്ലെങ്കിൽ ബാങ്കിങ്ങോ അല്ലെങ്കിൽ മീഡിയ സെക്ടറിലുള്ള സ്റ്റോക്കുകളിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല അവർക്ക് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിലോ ഡെറ്റ് ഫണ്ട്സിലോ അല്ലെങ്കിൽ ബോൺസിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അതുപോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന കമ്പനികളിലും അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സ്റ്റോക്കിലും ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. കാരണം ഇന്ത്യയിലെ ഏതൊരു ലിസ്റ്റഡ് കമ്പനി എടുത്താലും ഒന്നെങ്കിൽ അവർക്ക് ലോൺ കാണും അല്ലെങ്കിൽ അവർക്ക് എക്സസ് ക്യാഷ് കാണും. അങ്ങനെ എക്സസ് ക്യാഷ് ഉണ്ടെങ്കിൽ അവരത് ഏതൊരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അതപ്പം ഇൻട്രസ്റ്റ് ഇൻകം ജനറേറ്റ് ചെയ്യും. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ അകത്തും ചില എക്സെപ്ഷൻസും നിയമങ്ങളും ഉണ്ട്. അതനുസരിച്ച് ഒരു കമ്പനിയുടെ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് അവരുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 3% താഴെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അവരുടെ ടോട്ടൽ കടമെന്ന് പറയുന്നത് അവരുടെ ടോട്ടൽ അസറ്റ്സിൻ്റെ 25% താഴെയും അതുപോലെ അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ 1/3 താഴെയാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ അവരുടെ ക്യാഷ് എന്ന് പറയുന്നത് അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ 1/3 താഴെയാണെങ്കിൽ അതും കുഴപ്പമില്ല. ഈ വിവരങ്ങളൊക്കെ ഞാൻ ഇതിനെപ്പറ്റി വായിച്ചപ്പം എനിക്ക് കിട്ടിയതാണ്. ഇതൊക്കെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. അതൊരു പക്ഷേ ഈ ഷരയ്യ നിയമം പാലിക്കുന്നവർക്ക് മാത്രമേ അത് അറിയത്തുള്ളായിരിക്കും. ഈ ഷരയ്യ നിയമങ്ങൾ പാലിക്കുന്ന 3 മ്യൂച്വൽ ഫണ്ട്സുകളാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. ടാറ്റ എത്തിക്കൽ ഫണ്ട്, ടോറസ് എത്തിക്കൽ ഫണ്ട്, അതുപോലെ നിപ്പോൺ ഇന്ത്യ ETF ഷരയ്യ BES. ഇതിൻ്റെ കൂടെ ഞാൻ ഗോൾഡ് ETFs ഞാൻ പേഴ്സണലി ആഡ് ചെയ്താണ്. ഇത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇത് ഷരയ്യ കംപ്ലൈൻറ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഈ ഷരയ്യ കംപ്ലൈൻറ്റ് മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ആർക്കും വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ റെഗുലർ പ്ലാൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തന്നെ ഡയറക്റ്റ് പ്ലാൻ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇനി ഈ ഫണ്ടിൻ്റെ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇപ്പോഴത്തെ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 500 കോടി രൂപയാണ്. ഇനി ഇതാണ് ടോറസ് എത്തിക്കൽ ഫണ്ടിൻ്റെ റെഗുലർ പ്ലാൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തന്നെ ഡയറക്റ്റ് പ്ലാൻ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെയും അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 42 കോടി രൂപ മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ഫണ്ടിൻ്റെ ഒരു കമ്പാരിസണാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രണ്ട് ഫണ്ടിൻ്റെയും പാസ്റ്റ് 1 ഇയർ റിട്ടേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏകദേശം സിമിലർ ആണെന്നുള്ളത്. അതുപോലെ ഈ രണ്ട് ഫണ്ടിൻ്റെയും 2 ഇയർ റിട്ടേൺസ് ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ ആക്ച്വലി ടോറസ് എത്തിക്കൽ ഫണ്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ടിനേക്കാൾ ഇച്ചിരി കൂടുതലാണ്. ഇനി ഇതാണ് ഈ രണ്ട് ഫണ്ടിൻ്റെയും 5 ഇയർ റിട്ടേൺസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അത് ഏകദേശം സെയിം ആണ്. ഈ ഒരു കമ്പാരിസൻ്റെ അകത്ത് ഞാൻ നിപ്പോൺ ഇന്ത്യയുടെ ഫണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 കോടി രൂപ താഴെ മാത്രമേ ഉള്ളൂ. അതായത് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒത്തിരി കുറവാണ്. ഈ രണ്ട് ഫണ്ടിൽ നിന്ന് ഞാൻ ആക്ച്വലി പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടാറ്റ എത്തിക്കൽ ഫണ്ടാണ്. കാരണം അതിൻ്റെ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും 10 ഇരട്ടി കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് തന്നെ ഷരയ്യ കംപ്ലയൻറ്റ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫണ്ടുകളുടെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് അവർ ഏത് സ്റ്റോക്സിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ പോയി ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ടാണ്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഫണ്ട് ടോട്ടൽ 42 സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 57% ലാർജ് ക്യാപ് കമ്പനികളും 31% മിഡ് ക്യാപ് കമ്പനികളും അതുപോലെ 7.47% സ്മോൾ ക്യാപ് കമ്പനികളുമാണ്. ഇനി സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ആ ഫണ്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന ടോപ്പ് 10 സ്റ്റോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ആ ഫണ്ടിൻ്റെ കംപ്ലീറ്റ് ഹോൾഡിങ്സ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫണ്ട് ഏതൊക്കെ സ്റ്റോക്സിൽ എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ആ ഫണ്ട് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് TCSലാണ്, പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിലാണ്, പിന്നെ ഇൻഫോസിസിലും, പിന്നെ ഏഷ്യൻ പെയിൻസിലും, പിന്നെ BPCLലും ടെക് മഹീന്ദ്രയിലും അങ്ങനെ താഴോട്ട് പോകും. സോ ഈ ഫണ്ട് ഈ സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ സ്റ്റോക്കുകളൊക്കെ ഷരയ്യ കംപ്ലൈൻറ്റ് ആണെന്നുള്ളതാണ്. ആ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് നിങ്ങൾക്ക് സെക്ടർ വൈസ് സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെക്ടർ ബട്ടൺ ഞെക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഫണ്ട് ഹോൾഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് എല്ലാം സെക്ടർ വൈസ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഷരയ്യ ലോയെ പറ്റി അധികം അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഷരയ്യ കംപ്ലൈൻറ്റ് മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ സ്റ്റോക്സിലോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.